കഥ അച്ഛനെന്ന സ്വപ്നം ഭാഗം 42. രചന ശാലിനി എ. ഓഫീസിൽ നിന്നും അല്പം നേരത്തെ ഇറങ്ങിയ യമുന നേരെ തന്നെ നടാശയിൽ ഇടം പിടിച്ചു. 6 മണി കഴിഞ്ഞു സിദ്ധാർത്ഥും ദേവദത്തനും നടാശയിലെത്താൻ. വന്നപാടെ സിദ്ധാർത്ഥ് ഭക്ഷണത്തിന് ഓർഡർ കൊടുത്തു. സുന്ദരനായ ദത്തനെ യമുന ഒളിക്കണ്ണാൻ നോക്കുന്നുണ്ടായിരുന്നു. ഓഹോ, ഇവൾ ഏകപതി വൃതയൊന്നുമല്ലല്ലോ. യമുനയുടെ നോട്ടം കണ്ട് സിദ്ധാർത്ഥ് പല്ല് കടിച്ചും കൊണ്ട് പിറുപിറുത്തു. അവളെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരാൻ സിദ്ധു കുറച്ചു കാര്യമായ ശബ്ദത്തിൽ മുരടനക്കി. ഒരു ഞെട്ടലോടെ തന്നെ യമുന രണ്ടുപേരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അപ്പോഴേക്കും ഓർഡർ ചെയ്ത ഫുഡെത്തി. ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് സിദ്ധാർത്ഥ് സംസാരിച്ചു തുടങ്ങിയത്. യമുന, ഇതാണ് ദേവദത്ത്, എൻ്റെ ഫ്രണ്ടാണ്. സമ്പന്നതയിൽ തിരുനന്ദനം ഗ്രൂപ്പിൻ്റെ ഒപ്പം നിൽക്കാൻ ത്രാണിയുള്ളവർ. മേഗാ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നീ? മേഗാ ഗ്രൂപ്പ് എന്ന് കേട്ടതും യമുനയുടെ കണ്ണൊന്ന് വിടർന്നു. പിന്നെ കേൾക്കാതിരിക്കുമോ? ഇന്ത്യയിലെ 10 സമ്പന്നരുടെ പട്ടിക എടുത്താൽ അതിലൊരു പേര് മേഗാ ഗ്രൂപ്പ് എന്നായിരിക്കും എന്ന് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാവുന്ന കാര്യമല്ലേ? ദത്തൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ മാസ്മരികതയിൽ യമുന ഒരു നിമിഷം ഓളം വെട്ടി നിന്നു. ഈ ദേവദത്തനാണ് ചിലങ്കയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. എന്ത്? സിദ്ധാർത്ഥ് പറഞ്ഞതും അവൾ അറിയാതെ തന്നെ അവളുടെ ചോദ്യമുയർന്നു. നിന്റെ വഴിയിൽ നിന്നും ചിലങ്കയെ മാറ്റുന്നതിൻ്റെ ആദ്യപടി നടത്തി കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ ആദ്യപടി ഇവൻ്റെ വിവാഹാലോചന സത്യപ്രതാപ് സാറിൻ്റെ മുന്നിലെത്തിക്കുക എന്നുള്ളതാണ്. അത് എത്തിച്ചു കഴിഞ്ഞു. ഇനി പ്രതാപ്ജി പച്ചക്കൊടി കാണിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കൂ. യമുനയുടെ ഉള്ളിൽ ദേഷ്യവും അസൂയയും കൂടി കലർന്ന ഒരു വികാരം നുരഞ്ഞു പൊന്തി. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ദത്തനിരിക്കുമ്പോൾ അവൾക്ക് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായി. ഇനിയാണ് ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ പോകുന്നത്. ഇത്രയും വലിയൊരു വിവാഹാലോചന ചിലങ്കയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്തത് യമുനയ്ക്ക് ഇഷ്ടമായില്ല എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്നും സിദ്ധാർത്ഥിന് മനസ്സിലായി. എന്തു കാര്യങ്ങൾ? പറയാം. പറയട്ടെ എന്ന അർത്ഥത്തിൽ സിദ്ധാർത്ഥ് ദത്തൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പറഞ്ഞോളൂ എന്ന അർത്ഥത്തിൽ തലയാട്ടി. ദത്തൻ്റെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ശരത് ചന്ദ്രൻ എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ സ്കൂളിലും കോളേജിലും ഒരുമിച്ചായിരുന്നു. ഡിഗ്രി എടുത്തതിന് ശേഷമാണ് അവൻ LLBക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ഞങ്ങൾ 2 വഴിക്ക് പിരിഞ്ഞെങ്കിലും സൗഹൃദം വിട്ടിരുന്നില്ല. എന്നെ മുഴുവനായും അറിയുന്ന ഒരാളെ ഈ ഭൂമിയിലുള്ളൂ. അവനാണ് ശരത് ചന്ദ്രൻ. 2 മാസം മുൻപാണ് അവൻ വിളിച്ച് ദത്തനൊരു സഹായം ചെയ്തു കൊടുക്കാമോ എന്നൊന്ന് ചോദിക്കുന്നത്. സഹായം ഇത്രയേ ഉള്ളൂ. ദത്തൻ്റെ ഫാമിലി സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ബന്ധം കണ്ടെത്തി അവൻ്റെ കുടുംബത്തെ ഒന്ന് കൂട്ടിമുട്ടിച്ചു കൊടുക്കുക. വിവാഹത്തിൻ്റെ അന്ന് വരെ ആ വിവാഹം ഒരു ചതിയാണെന്ന് പെൺവീട്ടുകാർ അറിയാൻ പാടില്ല. കല്യാണത്തിൻ്റെ അന്ന് വരനെ പ്രതീക്ഷിക്കുന്നതിന് മുന്നിലേക്ക് വരൻ എത്തുകയില്ല. അതോടെ പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങുന്നു. അത് സാധാരണ കണ്ടുവരുന്ന ഒരു കഥയല്ല. ഇതെങ്ങാനും നടക്കാൻ കാർത്തിയേട്ടൻ സമ്മതിക്കുമെന്ന് സിദ്ധുവേട്ടന് തോന്നുന്നുണ്ടോ? ഇയാൾ കല്യാണത്തിൻ്റെ അന്ന് മുങ്ങുന്നത് എങ്ങോട്ടാ? അങ്ങനെ കല്യാണം മുടങ്ങിയാൽ എൻ്റെ വഴിയിൽ നിന്നും ചിലങ്ക മാറിപ്പോകുമോ? ഇതൊന്നും നടക്കില്ല സിദ്ധുവേട്ട. എനിക്ക് അവളുടെ വിവാഹം മുടക്കുകയല്ല വേണ്ടത്. പകരം അവളുടെ കല്യാണം നടക്കുകയാണ്. എന്നാലേ എനിക്കെൻ്റെ കാർത്തിയേട്ടൻ്റെ കൂടെ സന്തോഷമായി ജീവിക്കാൻ കഴിയും. യമുന ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ മുഴുവൻ പറഞ്ഞില്ലല്ലോ, നീ ബാക്കി കൂടി കേൾക്ക്. അവൾ പറഞ്ഞോ? ഞാൻ കേട്ടോളാം എന്ന ഭാവത്തിൽ വിൻഡോക്കുള്ളിലൂടെ പുറത്തേക്ക് നോക്കി. ദത്തിനൊരു പ്രണയമുണ്ട്. അവളെയല്ലാതെ അവൻ മറ്റൊരു പെണ്ണിനെയും വിവാഹം കഴിക്കില്ല. എന്നാൽ ആ ബന്ധം അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമല്ല. ആ ബന്ധം തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ ആ കുട്ടിയെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ലെന്ന് അവൻ്റെ അച്ഛൻ ഉറപ്പിച്ചു പറഞ്ഞു. അവളെ കൊലക്ക് കൊടുക്കാൻ ഇവൻ തയ്യാറല്ല. അവളെ നേടിയെടുക്കാൻ വേണ്ടി എന്ത് കളിയും നടത്താൻ തയ്യാറാണ്. അതുകൊണ്ട് ഒരു കൈവിട്ട കളി തന്നെ നടത്താൻ ഞാൻ തീരുമാനിച്ചു. തൽക്കാലം നീ ഇത്രയും അറിഞ്ഞാൽ മതി. ഒന്നും ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ നാടകത്തിൻ്റെ എൻഡിങ്ങിൽ ദത്തൻ്റെ കല്യാണവും നടക്കും, ചിലങ്കയുടെ കല്യാണവും നടക്കും. നിൻ്റെ റൂട്ട് ക്ലിയർ ആവുകയും ചെയ്യും. അത്രയും പോരെ? മതി. ദത്തനല്ല ചിലങ്കയെ കല്യാണം കഴിക്കുന്നതെന്നറിഞ്ഞപ്പോൾ തന്നെ അവൾക്കുള്ളിൽ ഒരു കുളിരി വീണു. യമുനയ്ക്ക് ഇനി എന്തെങ്കിലും വേണോ? അവളുടെ ഒഴിഞ്ഞ പ്ലേറ്റിലേക്ക് നോക്കി ദത്തൻ ചോദിച്ചു.
വേണ്ടെന്നവൾ മറുപടിയും പറഞ്ഞു. എങ്കിൽ പിന്നെ യമുന ഇറങ്ങിക്കോ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ പോകുന്നുള്ളൂ. സമ്മതപൂർവ്വം തലയാട്ടിക്കൊണ്ട് യമുന കൈ വാഷ് ചെയ്യാനായി പോയി. പോക്കറ്റിൽ നിന്നും 1 രൂപ പോലും കളയരുത് പിശുക്കൻ. സിദ്ധുവിനെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു. യമുന പോയതിനു ശേഷം അവർ പറഞ്ഞതെല്ലാം വളരെ പതുക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നിലിരിക്കുന്നവന് ഒന്നും മനസ്സിലായതുമില്ല. റെക്കോർഡ് ചെയ്തിട്ടും കാര്യമില്ലെന്ന് കണ്ടതിനാൽ ഫിലിപ്പ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അത്യാവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന സമാധാനമായിരുന്നു അയാൾക്ക്. നാളത്തെ ക്ലാസ്സിന് പോകണമെന്ന് നിർബന്ധമുണ്ടോ മോളെ? അന്ന് രാത്രിയിൽ അത്താഴം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് സത്യപ്രതാപൻ നദിയോട് അങ്ങനെയൊരു ചോദ്യം ചോദിച്ചത്. എന്തേന്നർത്ഥത്തിൽ നദിയടക്കം 3 പേരും അയാളുടെ മുഖത്തേക്ക് നോക്കി. അല്ല, മോൾക്കൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു. ഈ മാസം കഴിയാനായില്ലേ? അടുത്ത മാസം ഫസ്റ്റ് വീക്ക് പേയ്മെൻറ്റ് വരും. അക്കൗണ്ടില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇന്നാണ് കാർത്തി എന്നെ വിളിച്ച് അക്കൗണ്ടിൻ്റെ കാര്യം ചോദിക്കുന്നത്. നദിക്ക് അക്കൗണ്ടില്ലേ? ബദ്രി നദിയുടെ നേർക്ക് നോക്കി. അവൾ ഇല്ലെന്ന ഉള്ള ശബ്ദം പുറപ്പെടുവിച്ച് ഷോൾഡർ ഇളക്കി കാണിച്ചു. അയ്യേ മോശം എന്ന രീതിയിൽ അവൻ അവളെ നോക്കിയെന്ന് ചിരിച്ചു. അവൾ ചമ്മലോടെ മുഖം തിരിച്ചു. നാളെ കോളേജിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ലെങ്കിൽ എങ്കിൽ പിന്നെ മ്യൂസിക് ക്ലാസ് കഴിഞ്ഞാൽ നേരെ ഓഫീസിലേക്ക് പോരെ. ബാങ്കിലേക്ക് നിർമ്മല വരും, ഞാൻ പറഞ്ഞേക്കാം. അവൾ സമ്മതത്തോടെ തലയാട്ടി. ഭക്ഷണം കഴിച്ച് കഴിക്കാൻ ബദരി എഴുന്നേറ്റപ്പോൾ നദിയും എഴുന്നേറ്റു. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാറ്റുപോലത്തെ സ്വരം. ഇന്നും മോളിൽ ഓക്കെ. അവൾ കഴുകി മുകളിലേക്ക് വന്നപ്പോൾ അവൻ ഹാളിലെ സോഫയിലിരിക്കുന്നുണ്ട്. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇരിക്ക്. ബദ്രി അരികിൽ കൈകൊണ്ട് തട്ടിപ്പറഞ്ഞു. അവൾ ഒരകലമിട്ടുകൊണ്ട് ഇരുന്നു. എന്താ നദിയാം എനിക്ക് പറയാനുള്ളത്? അമ്മയുടെ പേര് ചേർത്ത് വിളിച്ചതും പെട്ടെന്ന് അവളുടെ മുഖം മങ്ങി. ഒരു നിമിഷം നദി ഒന്നും മിണ്ടിയില്ല. പുഞ്ചിരിച്ചും കൊണ്ട് അടുത്ത് വന്നവളുടെ മുഖം പെട്ടെന്ന് ട്യൂബ്ലൈറ്റ് കെട്ടതുപോലെ നിറം മങ്ങിയത് ബദ്രി പ്രത്യേകം ശ്രദ്ധിച്ചു. പെട്ടെന്നാണ് വെളിച്ചം കെട്ടതിൻ്റെ കാരണം എന്താണെന്ന് അവന് ബോധ്യമായത്. മറക്കാൻ ശ്രമിച്ചത് എന്താണോ അത് താൻ ഓർമ്മിപ്പിച്ചതുപോലെ ആയില്ലേ എന്ന ചിന്തയിൽ അവൻ്റെ ഉള്ളം വേദനിച്ചു. നദി, ഞാൻ അറിയാതെ സോറി, ഐ ആം റിയലി സോറി. ഇടയ്ക്കിടെ ഞാൻ അമ്മയെ മറന്നു പോകും സാർ. അപ്പോഴെല്ലാം എന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കി അമ്മ എന്നിലേക്ക് ഇടിച്ചു കയറി വരും. സാറിത് മനഃപൂർവ്വം പറഞ്ഞതല്ല, അങ്ങനെ പറയാൻ എൻ്റെ അമ്മ തോന്നിപ്പിച്ചതാണ്. അവൻ്റെ മുഖത്ത് വേദന നിറഞ്ഞ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അമ്മ നദിക്കൊരു നല്ല കൂട്ടുകാരിയായിരുന്നു അല്ലേ? അല്ല. അവളുടെ ആ മറുപടിയിൽ ബദരി ഒന്ന് പകച്ചുപോയി. നദി എന്താ അങ്ങനെ പറഞ്ഞത്? അമ്മ എനിക്ക് അമ്മ തന്നെയായിരുന്നു. സ്നേഹിക്കാനും ശാസിക്കാനും ശിക്ഷിക്കാനും കഴിയുന്ന അമ്മ. എന്നിലെ തെറ്റുകൾ കണ്ടെത്തി നേർവഴിക്ക് നയിക്കുന്ന അമ്മ. സങ്കടങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചിലേക്കേറ്റുന്നു വാങ്ങുന്ന അമ്മ. നദിയപ്പോൾ കോളേജിലെ വിശേഷങ്ങളൊന്നും അമ്മയുമായി പങ്കുവെക്കാറില്ലേ? പെൺകുട്ടികൾ എപ്പോഴും അമ്മമാരോടല്ലേ കൂട്ടിയെന്ന ചിന്തയിൽ ബദരി ചോദിച്ചു. ഞാൻ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് എൻ്റെ അച്ഛനോടാണ്. 1 മാസത്തെ വിശേഷങ്ങൾ മുഴുവൻ മനസ്സിലെടുത്ത് വെച്ച് മാസാവസാനം അച്ഛനൊരു നീണ്ട കത്തെഴുതും. ഒരു കാര്യം മറന്നു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ. എന്നിട്ടും ആ കത്തുകളെല്ലാം എന്തു ചെയ്യും? കത്തുകളയക്കാൻ എനിക്ക് എൻ്റെ അച്ഛനാരാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അതെല്ലാം അലമാരക്കടയിൽ ഭദ്രമായി എടുത്തു വയ്ക്കും. നദി ഇപ്പോഴും അച്ഛന് കത്തെഴുതാറുണ്ടോ? ഇല്ല. അച്ഛനോട് ഞാനിപ്പോൾ മിണ്ടാറില്ല, പിണക്കമാണ്. എന്നെപ്പോലും തള്ളിപ്പറഞ്ഞ ആളാണെന്ന് പറഞ്ഞപ്പോൾ ചങ്ക് പൊട്ടിപ്പോയി. സത്യത്തിൽ എനിക്ക് അമ്മയേക്കാൾ ഇഷ്ടമായിരുന്നു അച്ഛനോട്. ഒരിക്കലും കണ്ടിട്ടില്ലാത്തയാളെ വളർത്തി വലുതാക്കിയ ആളേക്കാൾ സ്നേഹിക്കുന്നത് എങ്ങനെയെന്ന് സാറിനിപ്പോൾ തോന്നാം. അത് സ്വാഭാവികം.
ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അച്ഛനെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയത്. കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛന്മാർ സ്കൂളിൽ വരുന്നതും അവരെ സ്നേഹം കൊണ്ട് പൊതിയുന്നതും ഞാൻ നോക്കി നിൽക്കാറുണ്ട്. എല്ലാവർക്കും അച്ഛനുണ്ടല്ലോ, അപ്പോൾ എനിക്കും അച്ഛനിരിക്കാതില്ലല്ലോ. എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ വരുന്നതും എന്നെ ചേർത്ത് പിടിക്കുന്നതും സ്നേഹം കൊണ്ട് മൂടുന്നതും ഞാൻ മനസ്സിൽ സങ്കല്പിക്കാൻ തുടങ്ങി. പിന്നെ പിന്നെ എൻ്റെ അച്ഛന് രൂപമുണ്ടായി, സ്നേഹമുണ്ടായി. കൂട്ടുകാരെയെല്ലാം വിട്ടും കൊണ്ട് ഞാൻ തനിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ എപ്പോഴും അച്ഛനുണ്ടെന്ന് തോന്നലായിരുന്നു എനിക്ക്. ഓർമ്മ വെച്ച് തുടങ്ങിയപ്പോൾ അച്ഛനെക്കുറിച്ച് അമ്മയോട് ചോദിക്കാൻ ഭയമായി. അച്ഛൻ എന്ന വ്യക്തി മരിച്ചുപോയി എന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ആരാണെന്ന് അമ്മയ്ക്ക് പോലും പറയാൻ അറിയില്ലെങ്കിലോ? പലവിധ ചിന്തകൾ എന്നെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മയോട് അച്ഛനെക്കുറിച്ച് ഒന്നും ചോദിക്കേണ്ടതില്ലെന്ന് ഞാനും തീരുമാനിച്ചു. എന്നെങ്കിലും എൻ്റെ അച്ഛൻ വരുമെന്ന് എനിക്ക് സ്വപ്നം കാണാലോ. ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അമ്മ മരിക്കുന്നതിന് കുറച്ചു മുൻപ് അച്ഛനെക്കുറിച്ചെല്ലാം അമ്മ തുറന്നു പറഞ്ഞു. എൻ്റെ മനസ്സിലെ അച്ഛൻ്റെ ചിത്രം തകർന്നടിഞ്ഞത് അന്നായിരുന്നു. അതിൽ പിന്നെ എഴുതിയിട്ടില്ല. അവൻ സങ്കടത്തോടെ മുഖം കുനിച്ചു. പോട്ടെ, സാരില്ല. പഴയതൊക്കെ ഓർമ്മിപ്പിച്ച് ഞാൻ നദിയെ വേദനിപ്പിച്ചു അല്ലേ? അത് വിട്ടേക്ക്. നദി എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ബദ്രി സംസാരം തിരിച്ചുവിടാൻ ശ്രമിച്ചു. അത് മറ്റൊന്നുമില്ല. ഞാനിന്ന് കാർത്തിക് സാറിനെ കണ്ടിരുന്നു. അവനെ നീയെന്നും തിരുനന്തനത്ത് വെച്ച് കാണുന്നതല്ലേ? ഇന്നെന്താ പുതുമ? അവൾ പറഞ്ഞതിൽ അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ചില്ലിച്ചേച്ചിയുടെ കല്യാണക്കാര്യം പറയാൻ വേണ്ടി ഞാൻ കാർത്തിക് സാറിൻ്റെ ക്യാബിനിൽ പോയിരുന്നു എന്നാ പറഞ്ഞത്. നദി പറഞ്ഞത് കേട്ട് ബദ്രി വായ തുറന്നിരുന്നു പോയി. നദിക്കുട്ടി, അച്ഛൻ പ്രത്യേകം പറഞ്ഞതല്ലേ ഇപ്പോഴിത് ആരോടും പറയരുതെന്ന്? നിന്നെ ഈ വീട്ടിലെ അംഗമായി കണ്ടതുകൊണ്ടല്ലേ കല്യാണക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ നിന്നെ അദ്ദേഹം ഒഴിവാക്കാതിരുന്നത്? അതൊക്കെ ശരി തന്നെ. പരസ്പരം പ്രണയിക്കുന്നവരെ തമ്മിൽ അകറ്റുന്നത് പാപമല്ലേ? അവളുടെ ചോദ്യത്തിന് മുൻപിൽ പകച്ചുപോയ ബദ്രി തലയിൽ കൈവച്ച് അവളെ തന്നെ നോക്കിയിരുന്നു പോയി. തുടരും കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം.